നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ വിദേശകാര്യ നയങ്ങളിൽ വിദേശകാര്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട്, പ്രധാനമന്ത്രി നിർണായകമായി എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം ക്യാബിനറ്റിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്. രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരിയുമെല്ലാം നരേന്ദ്രമോദിയുടെ വിദേശകാര്യ നയങ്ങളിൽ പരിപൂർണമായി തൃപ്തരല്ല എന്നുള്ളതും അസംതൃപ്തി അവർ പരസ്യമാക്കുന്നു എന്നുള്ളതും BJPക്ക് ഈ ഒരു സാഹചര്യത്തിൽ തിരിച്ചടിയായി മാറും. അതായത് ഇപ്പോൾ നീണ്ടു നിൽക്കുന്ന അമേരിക്ക-ഇറാൻ യുദ്ധം, അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ സംയുക്തമായി ആക്രമിക്കാമെന്നുള്ള പദ്ധതിക്ക് ഈ വിഷയത്തിൽ ഇന്ത്യ എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഇനിയുള്ള നൂറ്റാണ്ടിൻ്റെ തന്നെ നിലപാടായി മാറും എന്നുള്ളതാണ്. ചേരിചേരാ നയങ്ങളുടെയൊക്കെ ഭാഗമായി നമ്മുടെ രാജ്യം മാതൃക കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. എന്നാൽ നിർണായകമായൊരു ഘട്ടത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ചെന്ന് കാണുകയും ഇസ്രയേൽ പാർലമെൻറ്റിൽ ചില വാദഗതികൾ ഉയർത്തുകയും ചെയ്യുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യ രീതികളെ തകിടം മറിക്കുന്ന തെറ്റായ സംവിധാനമാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നയതന്ത്രത്തിൻ്റെ ABC അറിയാത്ത നരേന്ദ്രമോദി വാസ്തവത്തിൽ ലോക നേതാവ് എന്ന് സ്വയം തള്ളി മറിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ 100 കോടിയിലധികം ഫോളോവേഴ്സ് ഉണ്ട് എന്ന് തള്ളി മറിക്കുന്ന, അതിൽ പലതും ഫേക്കാണ് എന്നുള്ള ആരോപണം അതിശക്തമാണ്. നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുന്നതിന് പകരം നമ്മുടെ രാജ്യത്തെ കൂടുതൽ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണോ എന്ന രാഹുൽ ഗാന്ധിയുടെ സ്വതസിദ്ധമായ ചോദ്യത്തിന് പ്രസക്തിയേറെയാണ്. റഷ്യയുമായുള്ള വൈകാരിക ബന്ധം, റഷ്യയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ റഷ്യ എടുത്ത നിലപാട്, 7th ഫ്ലീറ്റിനെ തകർക്കാൻ റഷ്യ അതിന് പാരലായി എടുത്ത നിലപാട് എത്രത്തോളം ഇന്ത്യക്ക് ഗുണകരമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എക്കാലത്തും ഭീകരരാജ്യമായ പാകിസ്ഥാനെ പിന്തുണച്ച് സുരക്ഷാ സമിതിയിലും മറ്റെല്ലായിടങ്ങളിലും ഇന്ത്യക്കെതിരെ ഇരട്ടത്താപ്പ് പണിയുന്ന അമേരിക്കയെ കുട്ടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല. ആ അമേരിക്കയുടെ കാവൽ നായയായ ഇസ്രായേലിന് ഒരു രാജ്യത്തിൻ്റെ വില പോലും കൊടുക്കേണ്ട കാര്യമില്ല. അതിക്രമിച്ച ഫലസ്തീൻ കൈയടക്കി എല്ലായിടത്തുനിന്നും അടിച്ചോടിക്കപ്പെട്ട് നാട് കടത്തപ്പെട്ട കുറേയധികം തെമ്മാടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിശുദ്ധനായി വാഴ്ത്താനും അവിടുത്തെ പരമോന്നത പുരസ്കാരം ഒരു ഉളുപ്പുമില്ലാതെ ചെന്ന് സ്വീകരിക്കാനും കാണിച്ച നരേന്ദ്രമോദിയുടെ ഈ ഉളുപ്പില്ലായ്മയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഉടനെ അവരെയൊക്കെ അങ്ങ് രാജ്യദ്രോഹികളാക്കി കളയാം എന്ന വിചാരമാണ് നരേന്ദ്രമോദിക്കും കൂട്ടർക്കുമുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യം എന്തെന്ന് വെച്ചാൽ ഇറാൻ എല്ലാ കാലത്തും ഇന്ത്യയെ സഹായിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയുള്ള രാജ്യങ്ങളോട് ഇന്ത്യ കടപ്പെട്ടിരിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിന് എല്ലാ രീതിയിലും യശസ് വരുമ്പോൾ ഇവിടെ കൃത്യമായും ഊർജ മേഖലയിലും അതുപോലെ തന്നെ എണ്ണ വിതരണത്തിലും മാതൃകാപരമായ നീക്കങ്ങൾ നടത്തിയിട്ടുള്ള ഇറാനെ ആപത്ഘട്ടത്തിൽ സഹായിച്ചില്ലെങ്കിലും തള്ളിപ്പറയരുത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ ആഹ്വാനം. അതിനെ പാർലമെൻറ്റിലും ക്യാബിനറ്റിലും പോലും 2 പക്ഷത്തേക്ക് നിലപാട് ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി എത്രമാത്രം ആകെ നാണം കെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണത്.